നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഞാൻ ഇന്നിവിടെ ഒരു ഡിസൈനർ ബാങ്കിൾ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനർ ബാങ്കിളാണ് ഇത്. നമ്മളെ ഡ്രസ്സിനനുസരിച്ചൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട് ഡിസൈനർ ബാങ്കിൾസ്. പക്ഷേ ഭയങ്കര വിലയായിരിക്കും. എന്നാൽ ഒരുപാട് പൈസ ചിലവൊന്നുമില്ലാതെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഒരു വീതിയുള്ള വള വേണമെന്ന് മാത്രം. നമ്മളെ കയ്യിലൊക്കെ ഉണ്ടാവും പഴയ വളകൾ. അപ്പോൾ ഒരു വീതിയുള്ള വള എടുക്കുക. പിന്നെ ഒരു 5 കളർ നൂലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 5 കളർ നൂലെടുത്തിട്ടുണ്ട്. അത് സിൽക്ക് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അതായിരിക്കും കുറച്ച് ഭംഗി ഉണ്ടാവുക കാണാൻ. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് നമുക്ക് ഈ നൂല് നമുക്ക് ചുറ്റിയെടുക്കണം. അതായത് നമുക്ക് ഒരു ബേസ് ആയിട്ട് ഒരു കളറ് വേണം, പിന്നെ ചെറിയ ചെറിയ കുറച്ച് വേണം. അപ്പോൾ ഇത് ചുറ്റിയെടുക്കുന്നത് ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ചുറ്റുന്നത്. ഇതെങ്ങനെയാണ് ചുറ്റുന്നത് എന്നുള്ളത് ഞാൻ ഇതിന് മുമ്പ് ഹെയർ ബാൻഡിൻ്റെ വീഡിയോ, പിന്നെ വേറെ കല്ല് വെച്ചിട്ടുള്ള ബാങ്കിൾ ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതിൽ നോക്കാം കേട്ടോ, എങ്ങനെയാണ് നൂല് ചുറ്റുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ബേസ് ആയിട്ട് എടുത്തിട്ടുള്ളത് റെഡ് കളറാണ്. അപ്പോൾ അത് ഞാൻ 150 തവണ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ചുറ്റിയെടുക്കാൻ ബേസായിട്ട് നമ്മൾ ചുറ്റിയെടുക്കുന്നത് കുറേ വലുപ്പത്തിൽ, നമ്മുടെ വളയ്ക്ക് ഫുള്ള് കണക്കാക്കിയിട്ടൊന്നും ചുറ്റിയെടുക്കരുത്. നമ്മൾ ചെറിയ വലുപ്പത്തിൽ തന്നെ ചുറ്റിയെടുക്കുക. അതായിരിക്കും നമുക്ക് ഇത് വളയിൽ ചുറ്റുമ്പം ഈസി ആവുക. അല്ലെങ്കിൽ കെട്ട് കുടുങ്ങിപ്പോവും എല്ലാ നൂലും കൂടെ. പിന്നെ ഈ കുഞ്ഞു 4 കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു ഇതായിട്ട് ചുറ്റിയെടുത്തത്, അതായത് കുഞ്ഞു എന്നല്ല, കനം കുറച്ചിട്ട് 20 ചുറ്റാണ് ഞാൻ ചുറ്റിയിട്ട് എടുത്തിട്ടുള്ളത്. മറ്റേത് ബേസായിട്ടുള്ളത് ഞാൻ 150 ചുറ്റാണ് ചുറ്റിയിട്ടുള്ളത്. പിന്നെ ചെറുത് 4 കളറുകൾ 20 ചുറ്റ് വെച്ചിട്ടാണ് ചുറ്റിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ വളേൻ്റെ മേലെ ഗം തേച്ചിട്ട് ഇതൊക്കെ ഈ 4 എണ്ണം ഇല്ലേ, നമ്മൾ ചെറുതായിട്ട് അധികം കട്ടിയില്ലാതെ ചുറ്റിയെടുത്തിട്ടുള്ള 4 കളറ്, ആ 4 കളറും ഇതാ ഇതിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഒരു കാര്യം, ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം ഇത് ഈ ഒട്ടിച്ച നൂല് നമുക്കിങ്ങനെ വലിച്ച് വേണം പിടിക്കാൻ. അപ്പം വലിച്ച് പിടിക്കുമ്പം ഇത് ശരിക്കും ഒട്ടിയിട്ടില്ലെങ്കിൽ ഇതിങ്ങോട്ട് ഊരിപ്പോരും. ആ ഒട്ടിച്ച ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ഊരിപ്പോകും നമ്മൾ വലിക്കുമ്പം. അപ്പോൾ ചിലപ്പോൾ നമ്മളിത് ചെയ്ത് പകുതി ആകുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിങ്ങോട്ട് ഊരി വരിക. അപ്പോൾ ആ ഒരു സൈഡ് ഇങ്ങോട്ട് പൊങ്ങി പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് മുഴുവനും അഴിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളിത് ഇതിൽ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെക്കണം. ഞാനിത് ഒരു ദിവസം രാത്രി ഒട്ടിച്ച് വെച്ചു. ഞാൻ പിറ്റേന്നാണ് പിന്നെ ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസമെങ്കിലും വെക്കാം. രാത്രിയൊക്കെ ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പോൾ രാവിലത്തേക്ക് നന്നായിട്ട് ഒട്ടും. അങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ നമുക്കിത് ചെയ്യാൻ തുടങ്ങാം. നമ്മൾ ബേസായിട്ട് എടുത്തിട്ടുള്ള കളറിൽ ആണ് നമ്മൾ ചുറ്റി തുടങ്ങുന്നത്. നമ്മൾ ഈ 4 ഇത് ഒട്ടിച്ചിട്ടില്ലേ, ആ ഒട്ടിച്ചതിൻ്റെ കുറച്ച് താഴേന്നായിട്ട് നമ്മൾ ഈ ബേസ് കളറ് ചുറ്റി തുടങ്ങണം. അതിനോട് ചേർന്നല്ല ചുറ്റി തുടങ്ങുന്നത്, അതിന് കുറച്ച് ബാക്കിലേക്കായിട്ട് നമ്മൾ ഇത് ചുറ്റി തുടങ്ങണം. നന്നായിട്ടിങ്ങനെ പരത്തി വെച്ച് വളയുടെ ഇത് പുറത്ത് കാണാത്ത രീതിയിൽ ചുറ്റിയെടുക്കണം. ഇത് കുറേ നീളത്തിൽ എടുക്കരുത്. വളയിലും ഫുൾ ഒറ്റ റൗണ്ടിൽ തന്നെ ഫുൾ ചുറ്റിയെടുക്കുക എന്നുള്ള അത്രയും വലുപ്പത്തിൽ എടുക്കരുത്. നമ്മൾ കുറച്ചായിട്ട് ഇത് തീരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പിന്നെ അങ്ങനെ കണക്ട് ചെയ്ത് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് 150 ചുറ്റിയിട്ടാണ് എടുത്തതെങ്കിൽ അത്ര തന്നെ ചുറ്റി തന്നെ പിന്നെയും എടുക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ കട്ടിക്ക് വ്യത്യാസം വരും. ചില ഭാഗം കട്ടിയുള്ളതും ചില ഭാഗം കട്ടിയില്ലാതെയൊക്കെ വരും. കൂടിപ്പോവോ കുറഞ്ഞു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഇത് ചുറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ 4 കളറിൽ നൂല് ഒട്ടിച്ച് വെച്ചിട്ടില്ലേ, അതിൻ്റെ മുകളിൽ കൂടെ ചുറ്റാം. അതിൻ്റെ ആ തുടക്കത്തിലൊന്ന് ചുറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഒന്നിട വിട്ടിട്ടുള്ള കളറുകൾ നമ്മൾ മുകളിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ചുറ്റി കൊടുക്കുക. അതിൽ 2 കളറ് നമ്മൾ ചുറ്റുമ്പോൾ ഉള്ളിലായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത കളറ്, അങ്ങനെയായിട്ട് നമ്മൾ മെടയുന്ന പോലെ അങ്ങനെ ചുറ്റിയെടുക്കുക. ചുറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശരിക്കും നന്നായി അടുപ്പിച്ച് ചുറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ വളയുടെ ഭാഗങ്ങൾ പുറത്തേക്ക് കാണും. കാണുമ്പോൾ വിചാരിക്കും കുറച്ച് ബുദ്ധിമുട്ടാണോ എന്ന്. പക്ഷേ ഒരു ബുദ്ധിമുട്ടുമില്ല, ഈസിയാണ്, നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ
ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം, കുറച്ചൊരു ക്ഷമയോടുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ നൂല് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ അങ്ങോട്ടും ആറ്റിയിട്ടും ഒക്കെ എടുക്കാൻ, ഒന്നട വിട്ട് ഇങ്ങനെ മാറ്റിയെടുത്തിട്ട് ബേസ് നൂല് ചുറ്റിയെടുക്കാൻ, അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോന്നും മടങ്ങിയെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഉള്ളിൽ ആക്കുന്ന നൂലില്ലേ, ചെറുത് ഓരോ ഇതായിട്ട് എടുക്കുന്നത്, അത് നമ്മൾ ചുറ്റുമ്പോൾ വലിച്ച് പിടിക്കണം. കുറച്ചിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒന്നിങ്ങോട്ട് വലിക്കണം, ഇല്ലെങ്കിൽ അത് ചിലപ്പം പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. ഇതേപോലെ ഇങ്ങനെ ചുറ്റി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 2 കളർ, ഒരു ബ്ലൂവും വയലറ്റും പോലത്തെ കളർ ഇങ്ങനെ ഉള്ളിലേക്ക് നിൽക്കുന്നില്ലേ, ഇനി അടുത്ത ചുറ്റുമ്പോൾ അതൊന്നും ഇങ്ങോട്ട് വലിച്ചതിന് ശേഷം, നന്നായിട്ട് ഇങ്ങോട്ട് വലിച്ചതിന് ശേഷം വേണം അടുത്തത് ചുറ്റിയെടുക്കാൻ. അതാണ് പറഞ്ഞത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ, മടഞ്ഞ പോലെ ഇല്ലേ. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ജോയിൻ ചെയ്ത് എടുത്ത് അങ്ങനെ ചുറ്റി എടുക്കുക. കുറേശ്ശെ ചെറിയ വലുപ്പത്തിൽ, ബേസ് നൂല് എപ്പോഴും ചെറിയ വലുപ്പത്തിൽ എടുക്കുന്നതായിരിക്കും നന്നാവുക. അതാണ് നമുക്ക് ചെയ്യാൻ സുഖം. അങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം നമ്മളിത് തുടങ്ങിയിട്ടുള്ള ആ ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ ഈ ചെറിയ നൂലുകളില്ലേ, നമ്മൾ പല കളറിലുള്ള ആ നൂലുകൾ എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ ഗം തേച്ച് ഒട്ടിക്കുക. ഇതുവരെ നമ്മൾ ഒന്നട വിട്ടുള്ളതാണ് നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ബേസ് നൂലിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് എല്ലാം കൂടെ ഒട്ടിക്കുക. എല്ലാം കൂടെ ഗം തേച്ച് നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. നല്ല കറക്റ്റാക്കി കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ ബേസ് നൂല് അതിൻ്റെ എല്ലാത്തിൻ്റെയും മുകളിൽ കൂടെ തന്നെ നന്നായിട്ട് ചുറ്റിയെടുക്കാം. നല്ല ഭംഗിയിൽ ആയി കിട്ടും. അങ്ങനെ ഫുൾ ചുറ്റി എടുക്കുക. അപ്പം നല്ല ഭംഗിയുള്ളൊരു വളയായിട്ട് കിട്ടും. പിന്നെ അവിടെ ആ കുറച്ചൊരു ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് എന്തെങ്കിലും മുത്തുകളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലോ അതൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. നിങ്ങളുടെ കയ്യിലും ഉണ്ടാവും പഴയ വളകളൊക്കെ, അതൊക്കെ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കണേ. കുറച്ച് ക്ഷമ വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഈസിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ. Thank you.